കേരള കുംഭമേളയ്ക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കൊടിയുയർത്തും. ധർമ്മ ധ്വജാരോഹണം എന്ന പരമ്പരാഗത ചടങ്ങോടെയാണ് ഉദ്ഘാടനം നടക്കുക. ഇതോടെ മഹാമാഘ മഹോത്സവത്തിന് ഔദ്യോഗിക തുടക്കം കുറിക്കും. ചടങ്ങിൽ മഹാമാഘ സമിതി സഭാപതി മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി, വർക്കിംഗ് ചെയർമാൻ കെ ദാമോദരൻ, ചീഫ് കോർഡിനേറ്റർ കെ കേശവദാസ്, സാമൂതിരി കുടുംബാംഗമായ KC ദിലീപ് രാജ രീക്കര എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഗവർണർ അവിടെ എത്തിക്കഴിഞ്ഞു, ആ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്, നടക്കുകയാണ്, ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാവുന്നുണ്ട്. എന്തായാലും മഹാമഹോത്സവം വലിയ വിവാദങ്ങൾക്കിടയിലാണ് ആരംഭിക്കുന്നതെന്ന പ്രത്യേകതയുണ്ട് അല്ലേ? സജ്ജ് മഹോത്സവത്തിന് തുടക്കം കുറിക്കുകയായി ഗവർണർ ഇവിടെ ധ്വജാരോഹണ ചടങ്ങുകൾക്കായിട്ട് എത്തുന്നു. അതിനു മുമ്പായിട്ട് സന്യാസി വര്യന്മാർ ഇതിന്റെ സംഘാടകനായിട്ട് നമുക്ക് കാണാം. ആനന്ദവനം ഭാരതി രാജ അദ്ദേഹയുടെ എത്തിയിട്ടുണ്ട്. അല്പ സമയത്തിനായി തന്നെ ഈ ചടങ്ങുകൾക്ക് തുടക്കമാകും. നമുക്കറിയാം, ഇതിന്റെ തുടക്കത്തിലേറെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ സംഘാടക സമിതിക്ക് ജില്ലാ ഭരണകൂടം, റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം അതിന് പുറമെ മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് ഇതുമായി മുന്നോട്ട് പോകാനുള്ള അനുവാദം അധികാരികൾ നൽകുകയും ചെയ്തു. ഇതിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയും ഇതിനവിടെ സംവിധാനം ഒരുക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിവാദങ്ങൾക്കെല്ലാം അപ്പുറത്ത് ഇപ്പോൾ ആത്മീയതയുടെ ഒരു കേന്ദ്രമായിട്ട് നീളാനദിയുടെ ഈ തിരുനാവായുടെ തീരങ്ങൾ മാറുന്നതിന്റെ ഒരു കാഴ്ചകളാണ്, അതിന്റെ തുടക്കമാണ് നമ്മൾ കാണുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ, ഫെബ്രുവരി 3-ാം തീയതി വരെയുള്ള ഈ ദിവസങ്ങളൊക്കെ തന്നെ ഇനി തിരുനാവായ വളരെ പൗരാണിക കാലത്തുണ്ടായിരുന്നതുപോലെയുള്ള ആ ഒരു ആത്മീയതയുടെ രീതിയിലേക്ക് ഗതിമാറി ഒഴുകുകയാണ് എന്ന് തന്നെ വേണം പറയുവാൻ. പ്രത്യേക പൂജകൾ, പ്രാർത്ഥനകൾ, യജ്ഞങ്ങൾ, അതിന് പുറമെ വൈകുന്നേരങ്ങളെ നീള ആരതി, ഗംഗാ ആരതിക്ക് സമാനമായ തരത്തിൽ തന്നെയാണ് ഈ നീള ആരതിയിൽ വൈകുന്നേരങ്ങളിൽ ഉണ്ടാകുക. നിളയെ പൂജിക്കുക, നദിയെ പൂജിക്കുക, ആരാധിക്കുക തുടങ്ങുന്ന പൗരാണിക ഭാരതീയ സങ്കല്പത്തിൽ ഊന്നിയുള്ള ഒരു കർമ്മമായിട്ട് തന്നെ വേണം ഈ നീള ആരതിയെയും കാണുവാൻ. അപ്പോൾ അത്തരത്തിൽ അതിനൊക്കെ കാശിയിൽ നിന്ന് തന്നെ പണ്ഡിറ്റുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനു പുറമെ ഈ ഒരു നീളയുടെ ഉത്സവസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്നും ഘോഷയാത്രയിൽ ഈ ശ്രീചക്രം എഴുന്നള്ളിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്രയും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇനിയുള്ള ദിവസങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലൊരു വിശ്വാസികളുടെ വലിയൊരു പ്രവാഹം തന്നെയായിരിക്കും ഈ ഭാരതപ്പുഴയുടെ തീരത്തേക്ക്, തിരുനാവായിലേക്ക് എന്ന് തന്നെ വേണം കരുതുവാൻ. ഇതിന്റെ ഐതിഹ്യവും ചരിത്രമൊക്കെ നമ്മൾ പലവട്ടം പറഞ്ഞു കഴിഞ്ഞതാണ്. ഏറ്റവും ഉത്തമമായ, ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ഈ മാഘമാസത്തിലെ മകനക്ഷത്രം വരെയുള്ള ഈ ദിവസങ്ങളിൽ നീളാനദിയിൽ ഈ പൂജ എന്നുള്ളതാണ്. നീളയുടെ ഐതിഹ്യവും അതിന്റെ മിത്തും ഒക്കെ അത്തരത്തിൽ വലിയ തോതിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന് കിടക്കുന്നതാണ്. അപ്പോൾ 271 വർഷങ്ങൾക്ക് ശേഷം അത്തരത്തിൽ വീണ്ടും ഒരു മാഘമഹോത്സവം മഹാകുംഭമേളയ്ക്ക് സമാനമായ രീതിയിൽ ഭാരതപ്പുഴയുടെ തീരത്തേക്ക് തിരിച്ചെത്തുമ്പോൾ അത് വലിയ തോതിൽ തന്നെ ആത്മീയ ആചാര്യന്മാരുടെയും വിശ്വാസികളുടെയും ഒക്കെ ഒരു സാന്നിധ്യം ഈ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള ഒരു തയ്യാറെടുപ്പും അതിനുള്ള ഒരു മുന്നൊരുക്കങ്ങളും ഒക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഗവർണർ അല്പ സമയത്തിനകം ഇവിടേക്ക് എത്തി ഈ ഒരു ധ്വജാരോഹണം നിർവഹിക്കുന്നതോടെ ഈ ഒരു കർമ്മങ്ങൾക്ക് അല്ലെങ്കിൽ ചടങ്ങുകൾക്ക് തുടക്കമാവുകയാണ്. അതിനുശേഷം ഉദ്ഘാടന പരിപാടികളും ഉണ്ടാകും. ഇതില് നമുക്കറിയാം ഒട്ടേറെ വിവാദങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അതിനെ ചൊല്ലി എന്തെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങളിൽ ഉണ്ടാകുമോ, ഇനി രാഷ്ട്രീയമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിമർശനങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെ കണ്ടു തന്നെ അറിയണം. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഒരു ആത്മീയതയുടെ പാതയിലേക്കുള്ള ഈ നിളയുടെ ഒരു ഒഴുക്ക്, തീർത്ഥാടകരുടെ വലിയ പ്രവാഹം, അങ്ങനെ പൗരാണികതയിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്, അത്തരത്തിലേക്കുള്ള ഒരു സാഹചര്യം തന്നെയാണ്, അത്തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങൾ ഈ ഒരു മാഘമക വേദിയിൽ, മഹാകുംഭമേളയ്ക്ക് സമാനമായിട്ടുള്ള ഉത്സവ വേദിയിൽ നമുക്ക് കാണാനാവുക. ഒരുപക്ഷെ കേരളത്തിന് അത്ര സുപരിചിതമല്ലാത്ത പല ചടങ്ങുകളും, നീള ആരതി പോലെയൊക്കെയുള്ള വലിയ ഗംഗാ ആരതിയെ കണ്ടവർക്കൊക്കെ അതിന്റെ ഒരു അനുഭൂതി മനസ്സിലുണ്ടാകും. അത്തരത്തിലുള്ള ഒരു ചടങ്ങുകൾക്കുള്ള സാധ്യത അല്ലെങ്കിൽ ദൃശ്യാനുഭവം അങ്ങനെ ഒരു പല തലങ്ങളിൽ ഓരോരുത്തർക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഈ ഉത്സവ ദിവസങ്ങളിലൂടെ ഉണ്ടാകുമെന്ന് തന്നെയാണ്
മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം എത്തുന്നതിന് മുന്നോടിയായിട്ട് ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇപ്പൊ നാമജപങ്ങളോടെ വിശ്വാസ സമൂഹം ഈ ഒരു ചടങ്ങിനായിട്ട് കാത്തിരിക്കുകയാണ്. സജിത്. യെസ്, എന്തായാലും കേരള കുംഭമേള എന്ന് അറിയപ്പെടുകയാണ് ഇപ്പോൾ മാഘമഹോത്സവം. തിരുനാവായയിൽ ഏറെ ചരിത്ര ശേഷിപ്പുകൾക്ക് ഒടുവിൽ, അതായത് ബ്രിട്ടീഷുകാർ നിർത്തലാക്കിയ മാഘമഹോത്സവം പുനരാരംഭിക്കുന്നു എന്ന പ്രഖ്യാപനമാണ്. ഇതിൻ്റെ ചടങ്ങുകൾ നേരത്തെ വിവാദമായതാണ്. കാരണം ഭാരതപ്പുഴ കയ്യേറി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടെ അവിടെ സ്റ്റോപ്പ് മെമ്മോ ഉണ്ടാവുകയും വലിയ നീക്കങ്ങളും ഉണ്ടായതാണ്. ഒടുവിൽ ഹൈക്കോടതിയിൽ പോയി ചില നിബന്ധനകളോടെയുള്ള അനുമതി സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ നീക്കം നടക്കുന്നത് എന്നതാണ് സാഹചര്യം. എന്തായാലും മാഘമഹോത്സവത്തിന് തുടക്കമാവുകയാണ്. കേരള കുംഭമേള എന്നതാണ് ഇത്. ആ തരത്തിലാണ് ഇതിപ്പം ചർച്ച ചെയ്യപ്പെടുന്നത്. എന്തായാലും അതാണ് ഇപ്പോൾ തിരുനാവായിൽ നടക്കുന്നത്. അവിടെ ഗവർണറുടെ പങ്കാളിത്തമാണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പങ്കെടുക്കും. बोलो भारत माता की जय, बोलो भारत माता की जय, बोलो भारत माता की जय, सनातन धर्म की जय। ओम नमः पार्वती जानकी गंध स्मरणै जय 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 राम राम जय जय राम राम जय जय रामपति रामचंद्र की जय गौरीपति चंद्रचूड़ की जय पवन सुत हनुमान की जय सियापति रामचंद्र की जय श्री राम जय जय राम 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 जय जय राम श्री राम जय जय राम श्री राम जय जय राम बोलो भारत माता की जय। കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.